സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയും സിദ്ധാർത്ഥനും മാറി മാറി നന്ദനോട് ചോദിക്കുന്നുണ്ട് ആ ഫയൽ എവിടെയെന്ന്. അത് തനിക്ക് ഇപ്പൊ തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് ദേവിക വാശി പിടിക്കുമ്പോൾ താനത് മോഷ്ടിച്ചിട്ടില്ല എന്നും അതിന്റെയൊന്നും ആവശ്യം തനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ ദേഷ്യത്തോടെ ചെന്ന് കഥ അടയ്ക്കുകയാണ്. പ്രഭാവതിയാണെങ്കിൽ തെറ്റിദ്ധരിക്കുന്നു. അവൻ ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന് പേടിച്ച് പ്രഭയാണെങ്കിൽ പുറകെ പോയി മോനെ വാതിൽ തുറക്കുക എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ഇസബല്ലയാണെങ്കിൽ നന്ദന്റെ ഫോണിലേക്ക് വിളിച്ച് തനിക്ക് ഇപ്പൊ തന്നെ നന്ദനെ കാണണമെന്നും എത്രയും പെട്ടെന്ന് അവിടെ നിന്നും വരാനായിട്ട് പറയുമ്പോൾ ഇവിടെ ആകെ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നന്ദനാണെങ്കിൽ ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ ഐസക്ക് പറയുന്നുണ്ട് ആ ഒരു ഫയൽ തിരിച്ചു കൊടുക്കാനും എന്നിട്ട് നന്ദനോട് ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് പറയേ. അങ്ങനെ ഇസബല്ല പറയുമ്പോൾ അത് താൻ തിരിച്ചു കൊടുക്കില്ല എന്ന് നന്ദൻ പറയുന്നു. നിനക്ക് തന്ന വാക്കാണ്, പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. ആ ഫയൽ തിരിച്ചു കൊടുത്ത് നന്ദൻ എത്രയും പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വരാനായിട്ട് പറയുകയാണ് ഇസബല്ല. അങ്ങനെ നന്ദനാണെങ്കിൽ ഫയലുമായിട്ട് താഴേക്ക് പോകുന്നുണ്ട്. ആ കാഴ്ച കണ്ട് ആകെ ഷോക്കാവുകയാണ് എല്ലാവരും. വേഗം തന്നെ ദേവിക ആ ഫയൽ കൈപ്പറ്റിയതിനു ശേഷം എല്ലാ കാര്യങ്ങളും ഇല്ലേ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ദേവിക നന്ദനോട് പറയുന്നുണ്ട്, ഇത് കയ്യിൽ വെച്ചിട്ടായിരുന്നു അല്ലേ നന്ദു എന്നോട് കള്ളം പറഞ്ഞത്? ഇത് ഞാനൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു, നീ എന്നെ തെറ്റിദ്ധരിച്ചതാണെന്നൊക്കെ പറഞ്ഞു വീണ്ടും വീണ്ടും നന്ദൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സഹിക്കാനാവാതെ സിദ്ധാർത്ഥനാണെങ്കിൽ നന്ദനിട്ടൊന്നും പൊട്ടിക്കുന്നുണ്ട്. പിന്നീട് ദേവിക പറയുകയാണ്, ഈ ഫയൽ എന്റെ വിഷമം കണ്ടിട്ടല്ല തിരിച്ചു തന്നതെന്ന് എനിക്കറിയാം, എന്ത് കാരണം കൊണ്ടാണ് തിരിച്ചു തന്നതും എന്ന് എനിക്കറിയാം. എന്തായാലും നന്ദു ഇനി 2-3 കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്, അതും നന്ദന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചിട്ട്. ഇസബല്ലയ്ക്ക് കൊടുത്ത വാക്ക് പോലെ തന്നെ ഇനി നമ്മൾ ഒരുമിച്ച് പോവില്ല. ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങാൻ പോവുകയാണ് നിന്റെ ജീവിതത്തിൽ നിന്നും. നന്ദന്റെ ഭാര്യ എന്നുള്ള ഒരു പദവി ഞാൻ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ്. അഹങ്കാരം കൊണ്ടല്ല, മറിച്ച് നന്ദുവിനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി. നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാൾ ഉണ്ടാവില്ല എന്ന് കരുതിപ്പോയി. പക്ഷെ എല്ലാം വെറുതെ ആയിരുന്നു. നന്ദു ഇപ്പോ മറ്റാർക്കോ സ്വന്തമാണ്. എന്നെക്കുറിച്ച് നന്ദു ഓർക്കുന്നു പോലുമില്ല. അങ്ങനെ ഓർത്തിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും എന്നോട് ഒരു ചതി ചെയ്യാൻ നന്ദന് കഴിയില്ലായിരുന്നു. എന്തായാലും നന്ദു ആഗ്രഹിച്ച ജീവിതം അത് നന്ദുവിന് കിട്ടണം. അതിന് ഞാനൊരു വിലങ്ങുതടിയായി നിൽക്കുന്നില്ല. ഇപ്പോ ഈ ഒരു ഫയൽ തന്നതിന് ശേഷം നന്ദു എങ്ങോട്ടാണോ പോവാൻ ഉദ്ദേശിച്ച് അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാണെങ്കിൽ തന്റെ റൂമിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ്. ആ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ, അതായത് നന്ദനും ദേവിയും തമ്മിൽ പിരിയാൻ പോവുകയാണെന്ന് നന്ദന്റെ മുഖത്ത് നോക്കിയിട്ട് ദേവിക പറയുമ്പോൾ ആകെ തകർന്നു പോകുന്നുണ്ട് നന്ദൻ. പ്രഭാവതിയാണെങ്കിൽ ദേവികയെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ അത് മൈൻഡ് ചെയ്യുന്നില്ല. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് നന്ദൻ അത് തടയാൻ നോക്കുന്നുണ്ട്. എന്നോടൊന്നും പറയണ്ട. അങ്ങനെ മുരളിയെ വിളിക്കുന്നുണ്ട് ഫോണിൽ. മുരളിയേട്ടാ, ചന്ദ്രോത്തിലെ ജീവിതം ഞാൻ മതിയാക്കി, നന്ദന്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങാനായിട്ട് പോവുകയാണ്, എന്നെ വിളിക്കാനായിട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ദേവിക ഫോൺ കട്ട് ചെയ്യുന്നു. അതും നന്ദൻ കേൾക്കുന്നുണ്ട്. പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥന്റെ കാല് പിടിക്കുകയാണ്. സിദ്ധു, ഞാനെന്നും പറഞ്ഞാൽ ദേവിക കേൾക്കാൻ പോകുന്നില്ല, പക്ഷെ താൻ പറഞ്ഞാൽ കേൾക്കും, ചെന്ന് പറയേ നമ്മുടെ മോനെ വിട്ടു പോവല്ലേ എന്ന്, ചന്ദ്രത്തിന്റെ പടി ഇറങ്ങല്ലേ എന്ന്. താൻ എന്താടോ പ്രഭി പറയുന്നത്? ഈ സ്ഥാനത്ത് രജനിയാണെങ്കിൽ താൻ ഇങ്ങനെ തന്നെ പറയുമായിരുന്നോ? സ്വന്തം ഭർത്താവ് അന്യ സ്ത്രീയുടെ കൂടെ ഒരു ദിവസം മുഴുവനും ഒരു റൂമിൽ കഴിയുക, അത് ഭാര്യ കൈയോടെ തെളിവ് സഹിതം പിടിക്കുക, ഇതൊക്കെ ഏത് പെണ്ണിനെ സഹിക്കാൻ കഴിയുന്നത്? ഇവിടെ ദേവികയുടെ മേലാണ് ശരി, എനിക്കൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഒരിക്കലും ഞാൻ നല്ലൊരു അച്ഛനാവില്ല. എന്റെ മോളുടെ സ്ഥാനത്താണ് ഞാൻ ദേവിയെ കാണുന്നത്. എന്റെ മോളായാലും ഞാൻ അപ്പൊ തന്നെ കൂട്ടിയിട്ട് വരില്ലേ? അത് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ദേവി പോട്ടെ, നന്ദൻ ഇത്രയും വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കുകയാണെങ്കിൽ ആക്കട്ടെ. എന്തായാലും നന്ദൻ ദേവിക്ക് പറ്റിയ ഒരു ജീവിത പങ്കാളിയല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. നന്ദൻ മറ്റൊരിടത്ത് നിന്ന് വിഷമിക്കുന്നു. ദേവിയാണെങ്കിൽ ബാഗൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പ്രഭ ദേവിയോട് പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. മുരളിയെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഞെട്ടിക്കുന്ന എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.